യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഇന്ന് 12 മണി കഴിയുമ്പോൾ നമ്മൾ പരസ്പരം കണ്ടിട്ട് 2 വർഷം തികയ. നീ എൻ്റെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറിയത് ശരിക്കും ആ നിമിഷം മുതലാണ്. നമ്മുടെ കണ്ടുമുട്ടലിൻ്റെ ഈ 2ാം വാർഷികത്തിന് നിനക്കൊരു സർപ്രൈസ്. ഇപ്പം വരാം. അല്പനേരം ഒറ്റയ്ക്ക് കിടക്കാം. ഹാപ്പി 2nd ആനിവേഴ്സറി മീറ്റിംഗ് വിത്ത് പൂജ. കണ്ടുമുട്ടിയതിന്റെ സന്തോഷ വാർഷികം.
അവിടെ ഇപ്പോ അങ്ങനെ ആഘോഷിക്കണ്ട. സൂക്ഷിച്ച് നല്ല ഇപ്പൊ വീണേനാ ചേട്ടാ. ഞാനുണ്ടല്ലോ കൂടെ. ആ ചേട്ടൻ എന്നെ പേടിപ്പിക്കാനാണോ? വാ എന്റെ കൂടെ. സൂക്ഷിച്ച് നടക്കും. ഇതെന്തിന്റെ കേടായി രാത്രിയില്? ആ നോക്കി 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 നോക്കി. ആ ഓക്കെ. ഇതെങ്ങോട്ടാ നമ്മളീ പോകുന്നേ? ആ അതൊക്കെ ഉണ്ട്. നോക്കി നോക്കി നോക്കി. ആ ആ ആ ആ അങ്ങോട്ടല്ല ഇങ്ങോട്ട്. ആ ഞാനേ തനിക്കൊരു സർപ്രൈസ് തരാൻ പോവാ. സർപ്രൈസോ? കൈയെടുക്കട്ടെ. ഒന്ന് വേഗം എടുക്കാ ചേട്ടാ. ഓക്കേ. എന്താ ചേട്ടാ ഇത്? വായിച്ചു നോക്ക്. ഹാപ്പി 2nd ആനിവേഴ്സറി മീറ്റിംഗ് വിത്ത് പൂജ. താൻ മറന്നുപോയിട്ടുണ്ടാവും, പക്ഷേ ഞാൻ മറന്നിട്ടില്ല. തന്നെ കണ്ടുമുട്ടിയിട്ട് ഇന്നേക്ക് 2 കൊല്ലമായി. അയ്യോ, 2 വർഷം പോയത് അറിഞ്ഞില്ല എന്ന് മാത്രമല്ല, തന്നെ എന്നാണോ കണ്ടത് അതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസം. ആ ദിവസത്തിന് ശേഷം എനിക്ക് ചുറ്റുമുള്ളതെല്ലാം മാറിപ്പോയി പൂജ. ശരിക്കും? ശരിക്കും. അതുവരെ പ്രേമം എന്ന് പറഞ്ഞ വെറും പൈങ്കിളി എന്നായിരുന്നു എന്റെ പക്ഷം. പക്ഷെ എന്തുകൊണ്ടാണത് പൈങ്കിളി ആവുന്നതെന്ന് തന്നെ കണ്ടതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. അതെന്തുകൊണ്ടാ ചേട്ടാ? പ്രേമം പ്രേമിക്കുന്നവരെ ഒരു തൂവല് പോലെ ആക്കി മാറ്റുന്നുണ്ട്. ഭൂമിയിലും ആകാശത്തിലുമല്ലാത്ത മട്ടിൽ പ്രേമം മനുഷ്യരെ ഉന്മാദികളാക്കുന്നുമുണ്ട്. മഴവില്ല് അവർക്ക് വേണ്ടി മാത്രം വിരിയുന്നതുകൊണ്ട്, പൂക്കൾ അവർക്ക് വേണ്ടി മാത്രം വിടരുന്നതുകൊണ്ട്, വസന്തം അവരുടെ മാത്രം ഋതുവാകുന്നതുകൊണ്ട്, ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും പ്രേമം കവികളാക്കുന്നുമുണ്ട്. അജുവേട്ടനെ ശരിക്കും എഴുത്തുകാരനാവേണ്ടിയിരുന്നു. എങ്കി എന്നെ കുറിച്ച് മാത്രം ഒരു മഹാകാവ്യം എഴുതിയേനെ. ആ എന്താ എനിക്കങ്ങനെ എഴുതിക്കൂടെ? അതിന് മാത്രം യോഗ്യത ഉണ്ടോ എനിക്ക്? ഇല്ലേ? എന്താ തനിക്ക് കുറവുള്ളത്? അഴകില്ല, ആത്മവിശ്വാസമില്ലേ, എന്തു വന്നാലും മറികടക്കാനുള്ള തൻ്റെ ഇടമില്ലേ, ഏറ്റവും നല്ല ഭാര്യ, നല്ല മരുമകൾ, ഏറ്റവും നല്ല മനുഷ്യ സ്ത്രീ, എന്റെ പ്രിയപ്പെട്ട പെണ്ണ്. അങ്ങനെ ഇനി എന്താ അല്ലാത്തത്? എടോ, താൻ എല്ലാമാണ്.